അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ ആശ്രമാനുമാണ്. നമ്മുടെ സ്റ്റോറേജ് ഫർണിച്ചർ സോഡിയാസ് ഫർണിച്ചറും കൂടി ഒരു കമ്പനിയാണ്. അവരെ വകയാണ് നമ്മുടെ ഇവിടെ 54 വീട്ടുകളുള്ള കട്ടിലും പെട്ടും തന്നുള്ളത്. അപ്പൊ ഞങ്ങളിവിടുത്തെ നമ്മളെ ചുരമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട ഒരു ഇക്കാക്കയാണ്. കാക്കാന്റെ പേരെന്താ? മൊയ്തിയാക്ക. മൊയ്തിയാക്കാന്റെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് ആള് ഈ ലോകത്തോട് വിട പറഞ്ഞു. മൊയ്തിയാക്കിയിട്ട് ഇപ്പൊ അവിടെ താമസം തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഇന്ന് വന്നേക്കനെ ചോദിച്ച് മോനൊരു കട്ടിലും ബെഡ്വൈക്ക് വേണം. അപ്പൊ നമ്മളെ സ്റ്റോറീസിന്റെ കാരുണ്യത്താലെ അത് ഇവിടെ കൊടുക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൽ പൈപ്പിന്റെ പണി നടക്കുകയാണ്. എന്റെ മോന്റെ ഒരു ആക്സിഡന്റ് കാരണത്താലാണ് നമുക്ക് നീട്ടേണ്ടി വന്നത്. ഇനി ഇൻഷാ അല്ലാഹ് 54 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മളെ. അപ്പൊ മൊയ്തിയാക്കിയിട്ടും ഇക്കുറി ഇവിടെ പള്ളിയുണ്ട്, ക്ഷേത്രമുണ്ട്, ചർച്ചുണ്ട്. ഇല്ല മൊയ്തിയാക്ക? എല്ലാ വിഭാഗം ആൾക്കാരും ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ സൗകര്യമായിട്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഇക്കുറി ഈ ഇവിടുത്തെ പള്ളിക്കാണല്ലോ നോമ്പ് പറഞ്ഞ 30 തറാവിയും സ്കെച്ചും ഒക്കെ അല്ലേ എല്ലാം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയാണല്ലോ നമുക്ക് എല്ലാം ഹെൽപ്പ് ചെയ്ത് വേണ്ട. ഇവിടുത്തെ അച്ഛന്മാരായിട്ട് ഏറെ ഹെൽപ്പാ. എല്ലാ വിഭാഗം ആൾക്കാരും നമുക്ക് പറയാൻ പറ്റൂല. ഈ ജാതിക്ക് മതത്തിനൊക്കെ അപ്പുറത്ത് മനുഷ്യസ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാ വിഭാഗത്തിലും ഇല്ലേ ഇവിടെ. അതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് ഇപ്പൊ നമ്മളെ വീട് സ്ഥലം എടുത്തെന്ന് നമുക്കിപ്പോ കുറ്റൂര് അബ്ദുറഹ്മാനാജിയാറ മനുഷ്യസ്നേഹാണ്. പിന്നെ അൻസാരിക്ക കൊല്ലം, പിന്നെ എന്റെ ഏട്ടൻ അലിമൊയ്തീന്, പിന്നെ കുറെ സുഹൃത്തുക്കളെ നമ്മളെ ഇതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. കുറച്ചൊന്നല്ല. പിന്നെ വീട് ഓരോരുത്തരും സഹായിച്ചെന്നാ. ഇതിപ്പോ നാദാപുരമുള്ള പിന്നെ ടീമിന്റെ വകയാണ് ഈ വീട്. ഇത് 1000 സ്ക്വയർ ഫീറ്റ് ആണ്. ഒക്കെ ആൾക്കാരെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഈ മാസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശേട്ടന്റെ ഡേറ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് കിട്ടിയാൽ ഞങ്ങൾ എല്ലാവരുടെ കയ്യിലും കൊടുത്ത് ഇപ്പൊ ചിലവരൊക്കെ ഇതിൽ താമസം തുടങ്ങി. മറ്റോട് നമ്മളപ്പുറത്ത് ജമ്മിയത്തിന്റെ 13 കുടുംബത്തിൽ താമസിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവർക്കുള്ള സങ്കടം എല്ലാരും സർക്കാർ ഉണ്ടാക്കിയ വീടിന്റെ അവിടെയും നമ്മുടെ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ വീടിന്റെ അവിടെയും എല്ലാവരും എത്തും. നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾ തന്നെയാണ് ഈ 54 കുടുംബം അല്ലേ. അപ്പൊ അവിടേക്കും നിങ്ങളൊക്കെ ഒന്ന് വരുമ്പോ എന്തെങ്കിലുമൊക്കെ സാധനമായിട്ടൊക്കെ വരിക. കാരണം എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ് ഇവര്. അപ്പോ ആ നഷ്ടപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും തണലൊരുക്കാന് നമ്മുടെ മുസ്ലിം ലീഗിന്റെ വീടിന്റെ അവിടേക്ക് എത്തുന്നതിന് അടക്കം തന്നെയാണ് ഈ സ്ഥലം. ഇവിടേക്ക് എന്താ ശരിക്കും പറയാ? നെല്ലിമാള, തൃക്കൈപ്പറ്റ നെല്ലിമാള അല്ലേ. അതെ. അപ്പൊ ഞങ്ങള് തലേണിയുണ്ട്, ബെഡുണ്ട്, കട്ടിലുണ്ട്. അത് ഏൽപ്പിച്ചു വിട്ടാ. മുനീറ, മുജീബേ, അതാണ് എത്തിച്ചു കൊടുക്കണം. ഇപ്പൊ കേൾക്കില്ല പിന്നെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ സ്റ്റോറേജ് ഫർണിച്ചറിന് നന്ദി അറിയിക്കുക മാത്രമല്ല, പടച്ചവനോട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ. കാരണം ബ്രാൻഡഡ് കമ്പനിയായ അവരിത്രയും കുടുംബങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് സൗജന്യമായിട്ട് തന്നു. പിന്നെ ഇതിൽ ഈ ഒരൊറ്റ 27 എണ്ണത്തിൽ 3 കിണറുണ്ട്. തൊട്ടപ്പുറത്തുള്ള 15 എണ്ണത്തിൽ 1 കിണർ, 2 കിണർ അല്ലേ. ഇതിൽ 3 എണ്ണം. താഴത്ത് 2 എണ്ണം, മുകളിൽ 1. അതെ. ഇതിൽ 2 എണ്ണം ഉണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മൾ 10 വീടുണ്ടാക്കുന്നുണ്ട്. ആ വീട്ടിൽ 1 കിണറിഞ്ഞിപ്പോ കളക്കണം. അതിന് ടീം ഓഫർ അയക്കണ്. ഒരു ടീം കളച്ചു തരാറുണ്ട്. പിന്നെ ഇന്നിപ്പോ വെള്ളത്തിന്റെ പൈപ്പൊക്കെ ഇടലാണ് പണി. ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. കുറ്റൂര് അബ്ദുറഹ്മാനാജി മോനോ വേഗം കൊടുക്കണം, മഴരും പോക്കണം, നമുക്ക് പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിനും ഇതിന് കൂടുതലും ഞങ്ങളെ സഹായിച്ചെന്നുള്ള കുറ്റൂര് അബ്ദുറഹ്മാനാജി ബനിയാസ് സ്പേക്കിന്റെ ആ വലിയ മനുഷ്യനെയാണ്. നമ്മളെ സ്വന്തമല്ല, രാജ്യത്ത് ഒരുപാട് പാവങ്ങൾക്ക് സഹായിക്കുന്ന ആളാണ് കുറ്റൂര് അബ്ദുറഹ്മാനാജി. അപ്പൊ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 4-5 മാസമായി എന്റെ മോന് അപകടത്തിൽ പറ്റിയിട്ട്. ജനുവരിയിൽ ഞങ്ങൾ ഇതിന്റെ താക്കോല് കൊടുക്കാന്ന് പണി വെച്ച് ഉറപ്പിച്ചേന്ന്. പക്ഷെ മക്കൾക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഓന്റെ ഒപ്പം കൂടി അൽഹംദുലില്ലാ പടച്ചവന് നിങ്ങളെല്ലാവരും ദുആ, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അന്താനും വേണ്ടിയിട്ട് ദുആയിൽ ഉൾപ്പെടുത്തി പടച്ചവൻ അവനെ ഷിഫാക്കി തന്നു. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇവരെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫാനുകളും കുക്കറും മെഷീനുകളും പല സാധനങ്ങളും തന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ കോട്ടക്കെ ഉള്ള സ്കൂളിലെ ടീച്ചർ പാവം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം ഉറുപ്പ്യ കൊടുക്കുന്ന ടീച്ചറാണ്. അങ്ങനെ ഓരോ മനുഷ്യരും അവരെ കൊണ്ട് കഴിയുന്ന മാതിരി നമ്മുടെ മുണ്ടക്കൈ ചുരൽമല ദുരന്തം ഉണ്ടായപ്പോൾ ഓടി വന്ന് സഹായിച്ചു. നമ്മുടെ കുറ്റൂര് അബ്ദുറഹ്മാനാജി എന്റെ ഉമ്മ ഉണ്ട്. ആ ഉമ്മയാണല്ലോ ഉപ്പയമ്മയാണല്ലോ നമുക്കൊക്കെ ഇങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചിരുന്നു. അജിക്കാന്റെ ഉമ്മാന്റെ പേര് എഴുതാനും ഞങ്ങൾ നിർബന്ധിച്ച് ഉമ്മാന്റെ പേരിലാവട്ടെ ഇൻഷാ അല്ലാഹ്. അവര് ഇതിനൊക്കെ മരിച്ചുപോയ ഉമ്മാർക്കൊക്കെ വേണ്ടി
നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. അത്രയും സഹായം ചെയ്യുന്നൊരു മനുഷ്യനാണ് ഹാജിക്ക. എങ്ങനെ? ആ അതെ 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 ആ ആ ആ അതെ അതെ. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇപ്പം മന്ത്രി നേരത്തെ MLA ആയ സിദ്ദീഖ നമുക്ക് ഭയങ്കര സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും CPM ലീഗും കോൺഗ്രസും BJPയിലും എല്ലാവരും സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും ഞങ്ങളെ കൂടെ സഹായിച്ചതിൻ്റെ കേട്ടോ, മറക്കാൻ കഴിയില്ല. ഞാൻ BJPക്ക് പോയാറാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഞാൻ BJPയിലും പോലുണ്ട്, ലീഗിലും പോലുണ്ട്, കോൺഗ്രസിലും പോലുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലും പോലുണ്ട്. അതിലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങൾ ആ 4 പാർട്ടിയിലുണ്ട്. അവരെന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോക്കുണ്ട്. ഇപ്പൊ അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ചേട്ടൻ ഇപ്പൊ എന്നോട് പറഞ്ഞു, നേരത്തെ ഇതാ നമ്മളെ മണ്ണാർക്കാട് പിന്നെ തച്ചമ്പാറയിൽ 4 കുട്ടികൾ ലോറി അപകടത്തിൽ മരിച്ചു. അതിൽ ഒരു കുട്ടീന്റെ വീട് പണി ഞങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്തിരുന്നു. രണ്ടാമത്തെ മോളെ റിദ ഫാത്തിമാന്റെ വീടിന്റെ താക്കോൽദാനം ആയി തുടങ്ങിയാണ്. അതിൽ തേപ്പ് അയക്കണ്. അയക്ക് പ്രകാശ് ചേട്ടന്റെ അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ചേട്ടന്റെ വകയാണ് എല്ലാ റൂമിനുള്ള വാതിലും ജനാലും പിന്നെ അതിക്കുള്ള ഫാനുകളൊക്കെ. പോയിക്കോളി ഇൻഷാല്ലാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആണ്ട് ആമീൻ ഇൻഷാല്ലാ. അത്രയുള്ള ആ ദുആ തന്നെയാണ് നമ്മളെ സമ്പാദ്യം. ഇപ്പൊ എന്റെ മോനെ അപകടം സംഭവിച്ചപ്പോ നിങ്ങളൊക്കെ ദുആ ചെയ്തോണ്ടല്ലേ അള്ളാഹ് ഓനെ തിരിച്ചെന്ന്. അതെ അതെ ഇൻഷാല്ലാ. പഠിച്ചവനോട് പറയാ, എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ, ആരോഗ്യ ആയുസ്സും കൊടുക്കട്ടെ, സമ്പത്തും. അതെ അതെ. ഞങ്ങളവിടെ വെച്ചു. എങ്ങനെയറിയോ, ഞങ്ങള് 10-27 കുടുംബ വീട്ടുകാരെ ഏട്ടന്റെ മക്കളും കുട്ടികളും 10-27 ആളാണ് വീട് അടക്കം പോയത്. അതൊന്നൊരു 10-25 അടി കൂടി മേലേക്ക് വരികയാണെങ്കിൽ നമ്മളും പോയി, എല്ലാം പോയി. പഠിച്ചവന്റെ തീരുമാനങ്ങളെ ഓർക്ക് സ്വർഗം കൊടുക്കട്ടെ പോയവർക്കൊക്കെ അല്ലേ. വാട്ടമാര്യ അങ്ങനെ ഇങ്ങനെ വന്നിട്ട് അവിടെ ഒഴിവാക്കിട്ടാണ് കൊണ്ടുപോയി. ഒക്കെ രാത്രി ഞങ്ങൾ കാണുക. അതെ 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 അതെ. ഞങ്ങൾ പഠിച്ചവൻ കാക്കട്ടെ അല്ലേ. ഇനി ഇക്കുറിക്ക് അത് ഒന്നും ദുരന്തമൊന്നും ഇല്ലായിരിക്കട്ടെ. ഏതായാലും വജിപ്പ പറഞ്ഞത് അതിന്റെ കുടുംബങ്ങളൊക്കെ പോയി, അതിന്റെ മേലെ പേരേക്ക് എത്തിയില്ല. അതുകൊണ്ട് ഓൽക്ക് ആയുസ് അള്ളാഹ് കൊടുത്തു. അത് അള്ളാഹിന്റെ തീരുമാനമാണല്ലോ. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും പരസ്പരം സഹായിക്കലുണ്ട് നമ്മളെ കൂടെ. അപ്പൊ നമ്മൾക്ക് അവര് കൂടെ വിളിച്ചുമ്പോ നമ്മൾ പോവും. അതിൽ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടല്ല. നമ്മളൊക്കെ ഒരു അപകടം പറ്റുമ്പോൾ ആരെ രക്തവും നമ്മളപ്പം സ്വീകരിക്കും. അപ്പൊ ഹിന്ദുവിന്റെ വേണ്ട, ക്രിസ്ത്യന്റെ വേണ്ട, മുസ്ലിമിന്റെ വേണ്ട, നമ്മളാരും പറയില്ല. എല്ലാവരും അപ്പം സ്വീകരിക്കാൻ തയ്യാറായി. കാരണം മരണഭയമാണ് എല്ലാവർക്കും ഉണ്ടാകുക. അതേമാതിരി നമ്മളൊന്ന് സീരിയസ് ആയിട്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ മരുന്ന് മേടിച്ചാൽ പോലും കാശില്ല, ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ കാശില്ല, ഹോസ്പിറ്റലിൽ പോകാൻ കാശില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഹിന്ദുവിന്റെ വേണ്ട, ക്രിസ്ത്യന്റെ വേണ്ട, മുസ്ലിമിന്റെ വേണ്ട എന്ന് ആരും പറയില്ല. ആ സമയത്ത് നമ്മളെ തടിയും ആരോഗ്യം കിട്ടലാണ്, നമ്മളെ ചികിത്സിക്കലാണ് നമ്മളെ വലിയ കാര്യം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മൾ കണ്ടില്ലേ നാട്ടില് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും. എനിക്കറിയാം, അത്രയും അനുഭവമുണ്ട്. ഇപ്പൊ വാര്യ ഫൗണ്ടേഷന്റെ മാധവേട്ടന് 2018 നമ്മുടെ കവളപ്പാറയും പുത്തുമലയിലൊക്കെ ദുരന്തമുണ്ടായി. അന്ന് ഞാൻ സ്ഥലം കൊടുക്കാറിട്ട് ഓഫർ ചെയ്തപ്പോൾ മുംബൈയിൽ നിന്ന് വാര്യ ഫൗണ്ടേഷന്റെ മാധവേട്ടനാണ് ഓടി വന്നത്. 1 ഏക്കർ സ്ഥലം ഞാൻ മാധവേട്ടന് കൊടുത്തപ്പോൾ 20 വീട് വെച്ചെന്ന്. ഇപ്പൊ അതിൽ 20 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് സുഖമായിട്ട്. അതേമാതിരി നമ്മളെ ആക്ടോ എന്ന് പറഞ്ഞ കമ്പനി വന്നു, അവർക്ക് 1 ഏക്കർ കൊടുത്തു. അതിൽ 23 വീട് ഓല് വെച്ചെന്ന്. അപ്പൊ ഇതൊക്കെ നമ്മൾ പരസ്പരം ജാതി മതം നോക്കിയാൽ ഈ സഹായങ്ങൾ ആണ്ടും കൊണ്ടൊക്കെ കിട്ടുമോ? നമ്മൾക്ക് പട്ടിണി എടുക്കണവനും രോഗം കൊണ്ട് ബുദ്ധിമുട്ടണവനും ഒന്നും ഒരു ജാതി ഉണ്ടാവില്ല. ഓന്റെ പട്ടിണി മാറണം, ഓന്റെ വിശപ്പ് മാറണം, ഓന്റെ രോഗം മാറണമെന്നുണ്ടാവുള്ളൂ. അപ്പൊ പരസ്പരം സ്നേഹിക്കുക, സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളൊന്നാണ്, നമ്മളെ നാടൊന്നാണ്, നമ്മളെല്ലാവരും സ്നേഹിക്കുക. നാളെ നമ്മളുണ്ടാവുന്ന ഉറപ്പില്ല. കാരണം മരണം എപ്പോഴാണ് വരികയെന്ന് ആർക്കും അറിയില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കാതെ എത്തിച്ചേരൽ നമ്മൾ ഇഷ്ടംപോലെ അനുഭവമുണ്ട്. അവിടെ തീർന്ന് നമ്മളെ ഈ അഹങ്കാരവും നമ്മളെ ഈ ദൂർത്തും നമ്മുടെ ഈ ജാതി മതം പറഞ്ഞിട്ടുള്ള തല്ലും എല്ലാം അവിടെ അവസാനിക്കും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മളെ ഒന്ന് മരിക്കുമ്പോൾ പോലും നമ്മളെ കുറ്റപ്പെടുത്താൻ എല്ലാവരും ഉണ്ടാവും. മോന്റെ മതം, മോന്റെ പരസ്പരം ഇവിടെ തിരിച്ചു പോകുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയാണ് മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്.
ഇപ്പോൾ എൻ്റെ മോനെ അപകടത്തിൽപ്പെട്ടപ്പോൾ ഉള്ള ക്ഷേത്രങ്ങളിലും ഉള്ള ചർച്ചകളിലും ഉള്ള എത്തിങ്ങാനിലും പിന്നെ തങ്ങന്മാരും മൂലം പുസ്തകന്മാരും എല്ലാവരും അവരെ കൊണ്ട് പോലൊക്കെ പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മൾക്ക് അതൊരു വലിയ ലോട്ടറിയാണ്. ദുനിയാവില് നമ്മൾ എന്താ ആർക്കെങ്കിലും ചെറിയ സഹായം ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ആയിരങ്ങളുണ്ടെന്ന് പടച്ചമ്പരാൻ നേരിട്ട് കാണിച്ചു തന്നു. നമ്മൾ വിചാരിച്ചു ആരെയൊക്കെ സഹായിച്ച എന്ത് കാര്യം, നമ്മളെന്താ പ്രതിഫലം. അതിന് ആ ഉദാഹരണമാണ് പടച്ചൻ നേരിട്ട് കാണിച്ചത്. ഇപ്പൊ എത്ര മനുഷ്യരാണ് എല്ലാം കൊണ്ടും ഡോക്ടർമാരാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരാവട്ടെ മനസ്സുരുക്കിയിട്ടുള്ള പ്രാർത്ഥന ഏറ്റവും ഒപ്പം. അതാണ് സത്യത്തിൽ നേരിട്ട് പടച്ച നമുക്ക് കാണിച്ചത്. ഇനി ഞങ്ങൾ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി ഞങ്ങൾ ഇവിടെ കുറച്ച് അപ്പുറത്ത് നമ്മളെ മുട്ടിൽ പറഞ്ഞ സ്ഥലത്ത് നമ്മളെ സുഹൃത്ത് കുറച്ച് സ്ഥലം തന്നിട്ടുണ്ട്, 24 സെന്റ് സ്ഥലം. അതിൽ നമ്മളെ മേപ്പാടിയുള്ള യഹിയ എന്ന് പറഞ്ഞ നമ്മളെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനുണ്ട്. നല്ല മനുഷ്യനാണ്, സത്യസന്ധന. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇതൊന്നും നോക്കില്ല, മതം നോക്കില്ല, എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട്. അപ്പൊ അദ്ദേഹം അതിൽ വീട് വെക്കാം, അദ്ദേഹത്തിന് ഒരു ടീം വീട് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ ആ സ്ഥലം അദ്ദേഹത്തിന് ഏൽപ്പിക്കണം, എന്നിട്ട് അത് പാവപ്പെട്ടവർക്ക് എത്തിക്കണം. പുറത്ത് നമ്മൾ ആൾ കേരള ബേക്കറി അസോസിയേഷന്റെ വകയാണ് 4 വീട്, പിന്നെ ആലുവയിലുള്ള ഇബ്രാഹിം ഖാന്റെ വകയാണ് 4 വീട്, നമ്മളെ മഹല് കാസർഗോഡ് പടന്ന മഹലിന്റെ വകയാണ് പിന്നെ 2 വീട്. അങ്ങനെ 10 വീടാണ് ഇപ്പൊ അതിലുള്ളത്. ഒരുപാട് ആളുകൾ ഇതിന്റെ കൂടെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോ ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ ഉദ്ഘാടനത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി പിന്നെ മുഖ്യമന്ത്രിന്റെ ഡേറ്റ് കിട്ടിയാൽ നമ്മളത് ഇൻഷാ അല്ലാഹ് എല്ലാവരും അറിയിക്കും. എല്ലാവരും വരണം. നമുക്ക് നമ്മുടെ ചുരന്മ മുണ്ടക്കൈയിലുള്ള കുടുംബങ്ങളെ സന്തോഷത്തോടെ ഇതിലേക്ക് ആക്കണം. അപ്പുറത്ത് ഇപ്പോൾ 13 കുടുംബം താമസമാക്കി ഇൻഷാ അല്ലാഹ്. അതിലിപ്പോൾ ഒരു പള്ളിയുണ്ട്, ക്ഷേത്രം ഇതാണ്. തൊട്ടടുത്ത് തന്നെ ക്ഷേത്രവും തൊട്ടടുത്ത് തന്നെ പള്ളി ചർച്ചും ഉണ്ട്. ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, ക്ഷേത്രമുണ്ട്, 3 ഉണ്ട്. ഇതണ്ട പള്ളി ഇപ്പോൾ കുറിയുന്ന നോമ്പിനൊക്കെ പോലെ അതിലെ നിസ്കരിച്ചെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു പെട്ടിക്കടയുണ്ട്. ഞങ്ങളെ പടപ്പറമ്പിലുള്ള കുട്ടികളെ വകയാണ് പെട്ടിക്കട. നല്ലൊരു സൈസ് കടയാണ്. അതിൽ ചായയും പലഹാരങ്ങളും പിന്നെ സ്റ്റേഷനറി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ സുൽഫി കൽപ്പഞ്ചേരി സൗഹൃദ കൂട്ടായ്മന്റെ നടുന്തൂണ് സുൽഫി ദുബായിലുള്ള ഞങ്ങൾ കൽപ്പഞ്ചേരിക്കാരനായ അദ്ദേഹമാണ് അതിലേക്കുള്ള സാധനം ഓഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ ജാംജൂൺ സൂപ്പർ മാർക്കറ്റിന്റെ വക ഇതിൽ വീടുണ്ട്. ഞങ്ങൾ അലിഫ് ഹൈപ്പർ മാർക്കറ്റിലെ ബാപ്പുക്കാന്റെ വകയാണ് ഉദ്ഘാടന ദിവസം ഫുഡ് ഓഫർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരും ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര സഹായപ്പെടുത്ത അച്ചായന്മാര് എല്ലാ വീട്ടിലുള്ള ഫാന്, ഉമ്മച്ചി കോഴിക്കോട് എല്ലാ വീട്ടിലും ഫാനുണ്ട്. പിന്നെ അതിന്റെ പുറത്ത് കുക്കറല്ല എന്താണ് റബ്ബെ പിന്നെ ഈ ഇത് പിന്നെ അടുപ്പ് കത്തിക്കണ അടുപ്പ്, അതൊക്കെ ഓരോരുത്തരും ഞങ്ങളെ ദാസേട്ടന്റെ വകണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞാൽ തരാതെ എനിക്കൊന്നും ഓർമ്മയില്ല, പൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും വിളിച്ചണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ദുആയിൽ ഉൾപ്പെടുത്തതിനെ സഹായിച്ചവർക്കൊക്കെ ഇങ്ങനത്തെ ദുരന്തമൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാഹ്. അല്ല നമ്മളേ ഇപ്പൊ ഇവിടെ പറഞ്ഞ കേസുണ്ടല്ലോ, ഒരു 2 കാലും സ്വാധീനമില്ലാത്ത ഒരു പാവം മനുഷ്യന്, അതിന് 3 കുട്ടികളാണ് കാരണം. അപ്പൊ ഒരു വീട് നമുക്ക് അതിന് ഓഫർ കൊടുക്കാം. അന്വേഷിക്കാൻ പോയിട്ട് അരക്ക് എന്നാ മുസാക്കേ നമ്മളെ മറ്റേ സ്ഥലം ഉണ്ടല്ലോ മുട്ടിലുള്ള, അപ്പൊ നമ്മള് ഏഹിയാക്ക വരും. അപ്പൊ ഏഹിയാക്കാക്ക് നമ്മൾ കാട്ടി കൊടുക്കണം. ആ മെയിൻ റോഡിൽ നിന്നാണ് നേരെ അയക്കാണ്ട് ഇറങ്ങാനുള്ളൂ. ആ മെയിൻ റോഡിൽ നിന്ന് നേരെ അയക്കാണ്ട് ഇറങ്ങാണ്. അപ്പൊ അതൊന്ന് കാട്ടി കൊടുത്താൽ മതി. എന്നാ നമുക്ക് ഇവിടെ ഉള്ള ഈ പാവപ്പെട്ട കുടുംബത്തിനെ അയാൾക്ക് 2 കാലും സ്വാധീനമില്ല, ടൈലറാണ് പറഞ്ഞു, പാടിയിലാണ് പാടി നഷ്ടപ്പെട്ട പാവം മനുഷ്യനാണ് പറഞ്ഞു. അതെ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇക്കോട്ടെ പഠിച്ചോ ആയത്താകട്ടെ, എല്ലാവർക്കും കാക്കട്ടെ അല്ലാഹ് എല്ലാവരും.